തേങ്ങയൊന്നും ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു അടിപൊളി മത്തിക്കറിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലൊരു മത്തിക്കറി ഉണ്ടാക്കി ചോറോ കപ്പയോ ഒന്ന് കഴിച്ചു നോക്കണം. നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാനിതാ ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതായത് ചെറിയ ഉള്ളി, ഏകദേശം ഒരു 20-25 ചുവന്നുള്ളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ വെളുത്തുള്ളി അങ്ങനെ കട്ടിയൊന്നും ചെയ്യാതെ അങ്ങനെ ചേർത്തതാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്. നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിക്ക് പകരം സവാള എടുക്കാൻ പറ്റുമെന്ന് ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. ചുവന്നുള്ളിയാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതില്ലാത്തവരാണെങ്കിൽ മാത്രം സവാള എടുക്കുക. സവാള ഒരുപാട് എടുക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട്. ചില നാട്ടിലൊന്നും മീൻ കറിയിൽ പെരുംജീരകം ചേർക്കാറില്ല. അപ്പം ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ഇതിലേക്ക് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഈ സമയത്ത് ഒരുപാട് ചേർക്കരുത് കേട്ടോ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കറിവേപ്പില കൂടിപ്പോയാൽ കറിക്ക് കയ്പ്പുരുചി ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. സാധാരണ മീൻ കറിയിലേക്ക് ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ. പക്ഷേ ഈ ഒരു കറിയിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർക്കണം. നമ്മളിപ്പോൾ കശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ മതി. പൊടികൾ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് പൊടികളുടെ ആ ഒരു റോസ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. പെട്ടെന്ന് തണുത്ത് വന്നാൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാനാണ് കേട്ടോ. അതായത് നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് തണുത്ത് വന്നാൽ ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. കട്ടയൊന്നുമില്ലാതെ അരച്ചെടുക്കാം. അരച്ചെടുത്ത് ഈ ഒരു കൂട്ട് നമുക്ക് ഈ ഒരു മൺചട്ടിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി ആദ്യം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 1/2 ഗ്ലാസ് വെള്ളത്തിൽ. അപ്പോൾ ആ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് തിരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നല്ല തിക്കാണ്. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കറി എന്തായാലും നല്ല തിക്കായിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഇതാ വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഇത് നല്ല പോലെ വഴറ്റിയെടുത്തുകൊണ്ട് അതിൻ്റെ ആ ഒരു റോസ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചുവന്നുള്ളിയുടെയും തക്കാളിയുടെ ഒന്നും റോസ്മെല്ല് ഉണ്ടാവില്ല. നല്ല പോലെ വഴറ്റിയെടുത്തുകൊണ്ട് അപ്പോൾ ഇതാദ്യം നല്ല പോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്ത മത്തിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 1/2 കിലോ മീനിലേക്കുള്ള അളവാണ് പറഞ്ഞത്. അപ്പോൾ ആ മീൻ ചേർത്ത് ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഇളക്കി ഉടച്ച് കളയണ്ട. അപ്പോൾ ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്കറിയാമല്ലോ മത്തിയൊക്കെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഏത് മീനാണെങ്കിലും ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല. ഞാനിതൊരു 5-6 മിനിറ്റ് നല്ല പോലെ മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഈ ചൂടിലിരുന്ന് ഇത് ബാക്കി ഇനി വേവാനുണ്ടെങ്കിൽ വെന്തോളും. അല്ലെങ്കിൽ ആകെ ഉടഞ്ഞു പോകട്ടെ. ഒരുപാട് സമയം നമ്മൾ വേവിച്ച് കഴിഞ്ഞ് പിന്നെ ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ. അപ്പോൾ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇതൊക്കെ വഴറ്റിയെടുത്തതാണല്ലോ എണ്ണയിൽ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചേർത്താൽ നമുക്കറിയാമല്ലോ, പച്ച വെളിച്ചെണ്ണ മീൻ കറിയുടെ മുകളിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളിപ്പോൾ അത് രാത്രി ഉണ്ടാക്കി രാവിലെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി രാത്രി എടുക്കുമ്പോഴൊക്കെ ആയിരിക്കും മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഞാൻ എന്തായാലും ഇത് ചൂടോടെ തന്നെ ചോറിൻ്റെ മുകളിൽ ഒഴിച്ച് കാണിച്ചു തരാം. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും.
നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യാം. താങ്ക്